നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഭാവിയിൽ നമ്മുടെ ജീവിതം പോലെയാവും. ഒരേ സമയം തെക്കോട്ടും വടക്കോട്ടും ഓടുന്ന വണ്ടി. സാറൊന്നും പറഞ്ഞില്ല. അല്ല നിരഞ്ജൻ, അത് ശ്രുതിമോളെ കാണാൻ പോവണ്ട എന്നാണ് സാറ് പറയാൻ വരുന്നതെങ്കിൽ ജീവിതത്തിൽ ആദ്യമായി എനിക്ക് സാറിനെ ധിക്കരിക്കേണ്ടി വരും. നിരഞ്ജൻ. അതെ സർ, എന്തിനും ക്ഷമിക്കുന്ന ആളാ ഞാൻ. അത് സാറിന് നന്നായിട്ടറിയാം. പക്ഷേ എന്റെ ക്ഷമയെ സാറിന്റെ ദൗർബല്യമായോ ഭയമായോ തെറ്റിദ്ധരിക്കരുത്. എന്തായാലും ഇത്രയും ദിവസമായില്ലേ, പ്രശ്നങ്ങളാണെങ്കിൽ ദിവസം തോറും കൂടിക്കൊണ്ടിരിക്കുക. എല്ലാം ഒന്ന് ആറി തണുത്തിട്ട് മോളുടെ അടുത്തേക്ക് പോവാം. അല്ലെങ്കിൽ മോളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനെ കുറിച്ച് ചിന്തിക്കാം. പ്രശ്നങ്ങൾ തീർന്നിട്ട് ജീവിക്കാൻ പറ്റുമോ സർ? കടലിലെ തിര ഒടുങ്ങിയിട്ട് മീൻ പിടിക്കാമെന്ന് കരുതുന്ന പോലെയല്ലേ അത്? എനിക്ക് എന്റെ മോളെ കാണണം, കണ്ടേ പറ്റൂ. നീ വീഡിയോ കോളിലൂടെ കാണാറില്ലേ? വീഡിയോ കോളിലൂടെ പങ്കുവെക്കേണ്ടതല്ല അമ്മയും മകളും തമ്മിലുള്ള സ്നേഹം. സ്വന്തം മകളെ കാണണമെന്നുള്ളത് അമ്മയായ അക്ഷരയുടെ അവകാശമാണ്. മുത്തശ്ശന്റെ അധികാരം വെച്ച് സാർ അത് തടയാൻ നോക്കണ്ട. എന്റെ മകളുടെ സുരക്ഷയെ കുറിച്ച് ഓർത്ത് എനിക്കില്ലാത്ത വേവലാതി ഡാഡിക്ക് വേണ്ട. അവളെ ഞാൻ നോക്കിക്കോളാം. എന്നു മുതലാണ് എനിക്ക് കരുതലൊക്കെ വന്നത്? മകളോട് ഇത്ര സ്നേഹവും. എന്റെ